ഓരോ സന്ധ്യയ്ക്കും ഓരോ ഭാവമുണ്ട്. ആ ഭാവസാന്ദ്രയായ സന്ധ്യയെ വണങ്ങിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ പ്രസാദം. കുന്തി കർണനെ കാണാൻ തീരുമാനിച്ചു. ഇന്നലെ നിർത്തിയത് അവിടെയാണ്. സൂര്യനെ വന്ദിച്ച് പിൻവാങ്ങുന്ന കർണൻ ഏത് ദാനാപേക്ഷയും ചെവികൊള്ളും. ആ സമയം തന്നെ കുന്തി തിരഞ്ഞെടുത്തു. അതിൽ തന്നെ പ്രഭാതവും സായാഹ്നവും ഒഴിവാക്കി മധ്യാഹ്നത്തിലാണ് കുന്തി എത്തിയത്. വന്ദനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയ കർണൻ മുഖം മറിച്ച് നിൽക്കുന്ന സ്ത്രീയെ കണ്ടു. ചോദിച്ചു, ആരാണ്? എന്തു വേണം? ആദ്യം താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ സംസാരിച്ചു തുടങ്ങിയ കുന്തി പിന്നീട് സ്വയം വെളിപ്പെട്ട് തൻ്റെ ആഗമനോദ്ദേശവും അതിനുള്ള കാരണവും വെളിപ്പെടുത്തി. ഞാൻ നിൻ്റെ അമ്മയാണ്, നിന്നെ പ്രസവിച്ച ജനനി. കുന്തി ഗദ്ഗതത്തോടെ പറയും. കർണൻ അത് ചിരിച്ചു തള്ളി. അവിടുന്ന് പാണ്ഡുപത്നിയാണ്, ഹസ്തിനപുരത്തിൻ്റെ രാജമാതാവ്. ഞാനോ? ഞാൻ കേവലം ഒരു സൂതപുത്രൻ, രാധേയൻ. പക്ഷേ കുന്തി തിരുത്തി. നീ രാധേയനല്ല, നീ കൗന്ദേയനാണ്, ജ്യേഷ്ഠ പാണ്ഡവനാണ്. കൗരവരെ വിട്ട് പാണ്ഡവർക്കൊപ്പം ചേർന്ന് യുദ്ധം നയിക്കണം. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് രാമായണ ദർശനത്തിലേക്ക് കടക്കാം. നാൻമറ നേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാക്കിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണത്തിൽ മംഗളാചരണം, അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ദേവതാവന്ദനങ്ങളും പ്രാർത്ഥനകളും
ഗുരുവന്ദനങ്ങളുമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ അധ്യാത്മരാമായണ കർത്താവായ വ്യാസഭഗവാനെ വന്ദിച്ചു. തുടർന്ന് മൂല രാമായണ കർത്താവായ വാൽമീകി മഹർഷിയെ വന്ദിക്കുകയാണ്. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കാൽ, മറ വേദം, നാൻമറ 4 വേദം. വേദം ഏകസ്വരൂപമാണ് എങ്കിൽ തന്നെയും ലക്ഷണഭേദം കൊണ്ട് അവ പിരിക്കപ്പെട്ടു. അങ്ങനെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും എന്ന് 4 വിഭാഗങ്ങളിലാണ് വേദം നിലകൊള്ളുന്നത്. സനാതന ധർമ്മമൂലം. അങ്ങനെയുള്ള 4 വേദങ്ങളെയും നേരെ വ്യാഖ്യാനിക്കുന്നതായ, വിസ്തരിക്കുന്നതായ, ലളിതമായി വേദത്തിൻ്റെ താൽപ്പര്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതായ രാമായണം, അതാണ് നാൻമറ നേരായ രാമായണം. അങ്ങനെയുള്ള രാമായണത്തെ ചമച്ചതുകൊണ്ട് നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തിയ, നാൻമുഖനുള്ളിൽ ബ്രഹ്മാവിനുള്ളിൽ വളരെ വലിയ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകി മഹർഷി എങ്ങനെയുള്ള കവിശ്രേഷ്ഠനാകിയ മഹാമുനി, കവിശ്രേഷ്ഠനായ, ആദികാവ്യം രചിച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആദ്യത്തെ ശ്ലോകം രചിച്ച. അതിനു മുമ്പ് മന്ത്രങ്ങളുണ്ട്, പക്ഷേ ലൗകികമായി വൃത്തനിബദ്ധമായി ആദിമ ശ്ലോകം വാൽമീകീയത്തിലെ ശ്ലോകമാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അങ്ങനെയുള്ള ആദി ശ്ലോകം, ആദി കാവ്യം രചിച്ച മഹാമുനി രാമായണ രചന കൊണ്ട് തന്നെ ബ്രഹ്മാവിനുള്ളിൽ വലിയ സന്തോഷത്തെ ഉണ്ടാക്കി തീർത്ത, അങ്ങനെ അത്യന്തമായ സന്തോഷം ബ്രഹ്മാവിന് തോന്നിയതുകൊണ്ടാണ് ബ്രഹ്മാവ് വാൽമീകിയോട് രാമായണം മുഴുവൻ വിസ്തൃതമായി എഴുതാൻ ആവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഭൂമിയിൽ സമുദ്രങ്ങളും പർവ്വതങ്ങളുമുള്ള കാലത്തോളം രാമായണം പ്രചരിക്കുമെന്ന് അനുഗ്രഹിച്ചതും ബ്രഹ്മാവാണ്. യാവസ്ഥാസ്യന്തി ഗിരയ സമുദ്രാശ്ച മഹീതലേ താവത് രാമായണ ഗാഥേയം ലോകേഷു പ്രചരിഷ്യതി എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ, നാൻമുഖനുള്ളിൽ വളരെ ബഹുമാനത്തെ ഉണ്ടാക്കി തീർത്ത വാൽമീകിയാകുന്ന കവിശ്രേഷ്ഠനെ, അങ്ങനെയുള്ള മഹാമുനിയെ ഇതാ എപ്പോഴും വന്ദിക്കുകയാണ്. ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. എന്തിനാണ് വന്ദിക്കുന്നത്? എപ്പോഴും മമ വരം തരിക, എനിക്ക് വരത്തെ തരണം, ശ്രേഷ്ഠമായതിനെ തരണം. വരം വരിക്കപ്പെടുന്നത്, വരം ശ്രേഷ്ഠം. അപ്പോൾ തനിക്ക് ശ്രേഷ്ഠമായതിനെ തരണം. ആദികവിയെ ആദരിച്ചുകൊണ്ട്, ആദികവിയെ നമിച്ചുകൊണ്ട്, ആദികവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കവിതാരചന ആരംഭിക്കുകയാണ്. ഇപ്പോൾ സർവ കവികൾക്കും മൂലമായ അനുഗ്രഹസ്ഥാനം അതാണ് വാൽമീകിയുടെ സ്ഥാനം. അത് കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയെ ഞാനിതാ നമസ്കരിക്കുന്നു. എനിക്കെപ്പോഴും വരം തരണമേ.
രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. സദാകാലവും എപ്പോഴും രാമനാമത്തെ ജപിച്ച് കഴിയുന്ന മഹേശ്വരൻ. എങ്ങനെയുള്ള മഹേശ്വരൻ? കാമനാശനൻ, കാമദേവനെ നശിപ്പിച്ചവനായ, കാമദേവനെ ഭസ്മീകരിച്ചവനായ മഹേശ്വരൻ. അവിടെ കാമനാശനൻ എന്ന് പറഞ്ഞ ഉടനെ പറയുകയാണ് ഉമാവല്ലഭൻ. ഉമയുടെ, പാർവതീദേവിയുടെ വല്ലഭൻ, ലോകൈക സുന്ദരിയായ പാർവതീദേവി. ആ പാർവതീദേവിയുടെ തപോനിഷ്ഠയെ കാണിക്കുന്ന പേരാണ് ഉമ എന്ന പേര്. പുത്രിയായതുകൊണ്ട് പാർവതി. അതേസമയത്ത് ഘോരമായ തപസ്സിന് പുറപ്പെട്ട് ഗൃഹത്യാഗം ചെയ്ത് ഏകാകിനിയായി യാത്ര ചെയ്യുന്ന മകളെ അമ്മ തിരിച്ചു വിളിച്ചു, പോവരുതേ പോവരുതേ എന്ന്. അങ്ങനെ ഉമാ ഉമാ എന്ന് ഉമാനാമം പ്രസിദ്ധമായി. അപ്പോൾ പാർവതിയുടെ ഉമാനാമം തപസ്സിനെ, ശ്രേഷ്ഠമായ തപസ്സിനെ കാണിക്കുന്നതാണ്. ആ തപസ് കൊണ്ടാണ് കാമനാശനനാണെങ്കിലും മഹേശ്വരൻ ഉമയെ വരിച്ചത്. തപസ്സിൻ്റെ മഹിമ കൊണ്ടാണ് ഉമയെ ശിവൻ വരിച്ചത്. അത് സൂചിപ്പിക്കുകയാണ് ഉമാനാഥനായ. അപ്പോൾ കാമനാശനനുമാണ് ഉമാനാഥനുമാണ്. അങ്ങനെയുള്ള മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. ശ്രീ മഹാദേവൻ അവൻ പരമേശ്വരനാണ്, സർവേശ്വരനാണ്, സകല ഈശ്വരന്മാർക്കും ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാൻ പരമശിവൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. എൻ്റെ മനസ്സിൽ നിരന്തരം താമസിക്കാൻ ഞാനിതാ നമസ്കരിക്കുകയാണ്. ആ ഭഗവാൻ പരമശിവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. നാരദ പ്രമുഖന്മാരാകിയ മുനികളും, ദേവർഷിയായ നാരദൻ തുടങ്ങിയ എല്ലാ മഹർഷി വര്യന്മാരും വാരിജ ശരാരാതി പ്രാണനാഥയും, വാരിജം താമര, വാരിജമാകുന്ന ശരത്തോടൊത്തവൻ വാരിജശരൻ. വാരിജശരൻ കാമദേവൻ, കാമദേവൻ്റെ ആരാധി ശത്രു ശിവൻ, ആ ശിവൻ്റെ പ്രാണനാഥ പാർവതി. അപ്പോൾ വാരിജ ശരാരാതി പ്രാണനാഥ എന്ന് പറഞ്ഞാൽ പാർവതീദേവി, പാർവതീദേവിയും വാരിജമകളായ ദേവിയും താമരയിൽ ജനിച്ചവളായ ലക്ഷ്മി ദേവിയും തുണയ്ക്കേണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരുടെയും ദേവർഷിയായ നാരദൻ്റെയും മറ്റു മഹർഷിമാരുടെയും എല്ലാം അനുഗ്രഹം ഈ രാമായണ രചനയിൽ എനിക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ശിഷ്ടാചാര ലക്ഷണമായ മംഗളാചരണം. ആ മംഗളാചരണത്തോട് ചേർത്ത് സകല ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും ഗുരുനാഥന്മാരെയും വന്ദിച്ച് പ്രാർത്ഥിച്ച് ഒരു സമ്പ്രദായത്തെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടാണ് ഇവിടെ രാമായണ രചന ആരംഭിക്കുന്നത്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം. ഓം സന്ധ്യാദീപം വാരീജ ശരാരാതി പ്രാണനാഥ. പാർവതിയെ വർണ്ണിക്കുകയാണ് കവി. വാരീജം താമര, താമര ശരമായിട്ടുള്ളവൻ കാമദേവൻ, അവൻ്റെ ആരാധി ശത്രു ശിവൻ, ശിവൻ്റെ പ്രാണനായിക പാർവതി, വാക്കിൻ്റെ ആഴമറിയുക. അതുപോലെ ഭൂമിയും സമുദ്രവും പർവ്വതങ്ങളുമുള്ള കാലത്തോളം രാമായണം പ്രചരിക്കുമെന്ന് നിലനിൽക്കുമെന്ന് ബ്രഹ്മാനുഗ്രഹവും സ്വാമിജി ഇവിടെ സ്മരിക്കുന്നു.
അതായത് മനുഷ്യനില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ രാമായണം ഉണ്ടാകുമെന്ന്, നിലനിൽക്കുമെന്ന് സാരം. സനാതനധർമ്മമാണ് ഇനി. ഇതിൽ ശങ്കരാമൃതാനന്ദപുരി സ്വാമികൾ അവതരിപ്പിക്കുന്ന ലളിതാ സഹസ്ര നാമവ്യാഖ്യാനമാണ്. ലളിതാംബിക എന്ന നാമമാണ് ഈ 1000ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ശ്രദ്ധിക്കാം. സന്ധ്യാദീപം ഓം അമൃതേശ്വരേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 1000ാമത്തെ നാമമാണ് ലളിതാംബിക എന്നുള്ളത്. ഈ ലളിതാ സഹസ്രനാമം എന്നുള്ള ഈ സ്തോത്രത്തിന് പേരിൻ്റെ കാരണവും ഈ നാമമാണ്. ലളിത എന്ന് വെറുതെ പറയാണ്ട് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് അമ്മ, മാതൃത്വം എന്നുള്ളത്. അതുകൊണ്ട് അതിനെ ശ്രീമാത എന്ന് തുടങ്ങി. അതുപോലെ അവസാനിപ്പിക്കുന്നതും ലളിതാംബിക. അംബിക എന്ന് വെച്ചാലും അമ്മ തന്നെ. എല്ലാ ജീവജാലങ്ങളിലും മാതൃത്വം അമ്മയുടെ അടുത്തു നിന്നാണ് ഉണ്ടാകുന്നത്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്സൈ 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 നമോ നമഃ എന്ന് ദേവീ മഹാത്മ്യത്തിൽ എല്ലാ ഭൂതങ്ങളിലും മാതൃത്വമായി വിളങ്ങുന്നത് ദേവിയാണ് എന്ന് പറഞ്ഞ് ആ ദേവിയെ നമസ്കരിക്കുന്നു. അങ്ങനെ ലളിതാംബികയെ നമസ്കരിച്ചുകൊണ്ട്, ശിവശക്തി ഐക്യ രൂപിണിയായ ലളിതാംബികയെ നമസ്കരിച്ചുകൊണ്ട് ഈ സ്തോത്രം സമ്പൂർണ്ണമാകുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നുള്ള ഈ പഞ്ചകൃത്യപരായണയാണ്, പഞ്ചകൃത്യങ്ങളാണ് ദേവിയുടെ, പഞ്ചകൃത്യപരായണയാണ് ദേവി. തുടക്കത്തിൽ സൃഷ്ടിയും സ്ഥിതി, സംഹാരം, തിരോധാനം മുതലായ കർമ്മങ്ങളൊക്കെ വർണ്ണിക്കപ്പെട്ടു. അവസാനത്തെ നാമത്തിൽ അനുഗ്രഹം എന്നുള്ള ആ ഭാവം വർണ്ണിക്കപ്പെടുന്നു. എല്ലാവരുടെയും അമ്മയായി, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ശക്തിയായി ദേവി വിളങ്ങുന്നു. ഒരു സ്തോത്രത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഉപക്രമം എങ്ങനെ തുടങ്ങി, ഉപസംഹാരം എങ്ങനെ അവസാനിപ്പിച്ചു, അർത്ഥവാദം അതിൽ എങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളും വൈശിഷ്ട്യങ്ങളും ചിലപ്പോൾ അതിശയോക്തിയും കൂടി ചേർന്ന് പറഞ്ഞു. അപൂർവത, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ അഭ്യാസം, അത് അഭ്യസിക്കുന്നത് കൊണ്ടുള്ള ബലം, അതുകൊണ്ടുള്ള ഗുണം, അതിൻ്റെ ബലം, അതിൻ്റെ ശക്തി, ആ വാക്കിനുള്ള തേജസ്, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇവയെല്ലാം സമഗ്രമായിട്ട് ഇതിൻ്റെ ധ്വനി കൊണ്ടും ഇതിൻ്റെ മന്ത്രശക്തി കൊണ്ടും ഇതിൻ്റെ ആശയങ്ങളെ കൊണ്ടും ഇതിൻ്റെ തത്വങ്ങളെ കൊണ്ടും അനുഗ്രഹശക്തി കൊണ്ടും ഇത് പറയപ്പെട്ടിട്ടുള്ള രീതി കൊണ്ടും വെറുതെ കേട്ടാലും മതി, ഒന്നും മനസ്സിലാവാണ്ട് എത്രയോ കാലം ഇത് ജപിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ പ്രത്യേകതകൾ കൊണ്ടും ഇത് അതിവിശിഷ്ടമായ ശ്ലോകമാണ്, അതിവിശിഷ്ടമായ ഒരു സ്തോത്രരത്നമാണ്. അത് ദേവി തന്നെ വശന്യാദികളോട് കൽപ്പിച്ചു, ഇങ്ങനെ എന്നെ പറ്റിയിട്ട്, ലളിതാംബികയെ പറ്റിയിട്ട് എന്ന് എടുത്തു കൊടുത്തു എന്നർത്ഥം. ചില പാട്ടുകളൊക്കെ ഭഗവാൻ തന്നെ എടുത്തു കൊടുക്കുന്നൊക്കെ പറയും. സുന്ദരർ എന്നുള്ള നായനാരോട് പിത്ത എന്നുള്ള വാക്കെടുത്ത് ഭഗവാൻ എടുത്തു കൊടുത്തു, പരമേശ്വരൻ എടുത്തു കൊടുത്തു. അതിലാണ് അദ്ദേഹം പാടാൻ തുടങ്ങിയത്. അതുപോലെ അരുണഗിരിനാഥർ പാടാൻ ബുദ്ധിമുട്ടി നിന്നപ്പോൾ മുത്തൈത്തൊരു ഭക്തിത്തിരുന്നക എന്ന് ആദ്യത്തെ വാക്ക് മുരുകൻ എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെയാണ് അദ്ദേഹം പാടാൻ തുടങ്ങിയത്. അങ്ങനെ അമ്മ തന്നെ എടുത്തു കൊടുത്ത വാക്കാണ് ലളിതാംബിക. ഈ സ്തോത്രത്തിൻ്റെ മുദ്ര, ഒരു കാര്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് അടച്ചു പൂട്ടുന്നു, അതിന് മുദ്ര വയ്ക്കുന്നു എന്നുള്ളതുപോലെ അങ്കിതം എന്ന് പറയും. അത് ഈ നാമമാണ്. ലളിത പ്ലസ് അംബിക എന്നുള്ളതാണ് ലളിതാംബിക. ലലനാഥ് ലളിത, ക്രീഡ പോലെ ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ലളിത. ലീലാ ക്ലുപ്തബ്രഹ്മാണ്ഡമണ്ഡല എന്ന് ലളിതാ സഹസ്രനാമം. ലോകാൻ അതീത്യ ലളിത, ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചുകൊണ്ട് പുരുഷൻ ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പുരുഷസൂക്തം. അതുപോലെ ലോകാൻ അതീത്യ ലളിത എന്നതുകൊണ്ട് ലളിതാംബിക.
അതുപോലെ ദേവിയുടെ ശോഭ, വിലാസം, മാധുര്യം, ഗാംഭീര്യം, സ്ഥൈര്യം, തേജസ്, ലാളിത്യം, ഔദാര്യം എന്നൊക്കെയുള്ള മനോഹരങ്ങളായ സ്വഭാവവിശേഷങ്ങൾ, കല്യാണ ഗുണങ്ങൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ശോഭ, വിലാസോ, മാധുര്യം, ഗാംഭീര്യം, സ്ഥൈര്യം, തേജസ്സി, ലാളിത്യം, സതതൗദാര്യം ഇത് അഷ്ടൗ പൗരുഷാഗുണ. ഇതൊക്കെ ഈ രസങ്ങളൊക്കെ ദേവിയിൽ വിളങ്ങുന്നതുകൊണ്ട് ലളിത. അതുപോലെ ലളിതേതി നാമയുക്തം തവ കില ദിവ്യാഹ നവാവൃതയ ധനുരൈക്ഷവം അസ്ത്രാണ്യപി കുസുമാനി തദാഖിലം ലളിതം. ദേവിയുടെ നാമം ലളിതമാണ്. ദിവ്യമായ ചുറ്റി നിൽക്കുന്ന ആവരണ ദേവതകളൊക്കെ സുന്ദരമാണ്. മധുരമായ കരിമ്പ് കയ്യിൽ വച്ചിരിക്കുന്നു. അസ്ത്രങ്ങളും കുസുമങ്ങളാണ്. അങ്ങനെ എല്ലാം അഖിലവും ലളിതം എന്ന് ഈ ലളിതാ പരമേശ്വരിയുടെ വൈശിഷ്ട്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരുന്ന ഒരു വ്യാഖ്യാനമല്ല. എങ്കിലും ഏറ്റവും ചുരുക്കത്തിൽ ഇതൊക്കെയാണ് ദേവിയുടെ, ഈ നാമമാണ് ഏറ്റവും, ദേവിയുടെ പേര് തന്നെ ഇതാണ്, പേരിൻ്റെ ഏറ്റവും വൈശിഷ്ട്യമേറിയ ഒരു നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലളിതാംബിക എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. മറ്റുള്ളതിലൊക്കെ 1 or 2 കൂടുതൽ കാണും, കുറവ് കാണും. അങ്ങനത്തെ ഒരു ദോഷമൊന്നും ഇതിനില്ല. അങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയുന്ന ആ പുരാണത്തിൽ ഉത്തരഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്തിൽ ഹയഗ്രീവ അഗസ്ത്യ സംവാദം ഹയഗ്രീവർ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ള സ്തോത്രം സമ്പൂർണ്ണമാകുന്നു. ഇതി ശ്രീ ബ്രഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹയഗ്രീവ അഗസ്ത്യ സംവാദേ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര കഥനം നാമ ദ്വിതീയോധ്യായ. ഇത് 2ാമത്തെ അധ്യായമാണ്. ഇങ്ങനെ ഇത് അത്ഭുതമായ ഈ ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ ഹയഗ്രീവദേവൻ അഗസ്ത്യന് ഉപദേശിച്ചു കൊടുത്തു. രഹസ്യനാമ സഹസ്രം എന്നതിന് പേരുണ്ട്. ഇത് ചോദിച്ചാലേ കൊടുക്കാൻ പാടുള്ളൂ, ലളിതാ പരമേശ്വരിയുടെ ആജ്ഞയുണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആദ്യം ഹയഗ്രീവൻ പറഞ്ഞില്ല. അത്യുത്തമമായ ശിഷ്യനാണ് അഗസ്ത്യ മഹർഷി, എങ്കിലും പറഞ്ഞില്ല. ചോദിച്ച് എത്രയോ കാലം കേണ് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെ ഈ സ്തവരത്നം, ഈ സ്തോത്രരത്നം, ഈ അത്ഭുതമായ സ്തോത്രത്തിൻ്റെ സാമാന്യമായ വ്യാഖ്യാനം, പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. ഇതിൻ്റെ ഫലശ്രുതി ഭാഗങ്ങളുണ്ട്. അത് 87 ശ്ലോകങ്ങളാണ്. അതിൻ്റെ രത്നച്ചുരുക്കം മാത്രം ഇവിടെ പറയാം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സ്തോത്രത്തെ ഉപസംഹരിക്കാം. ഓം നമസ്തേ ഗണപതിയെ. അവിടുന്ന് തത്വമസിയുടെ സർവസ്വമാണ്. കർത്താവും ധർത്താവും അങ്ങ് തന്നെയാണ്. ഗണേശ ഭഗവാനെ എല്ലാത്തിനും ആധാരസാരമായി വാഴ്ത്തുന്ന ഗണപതി ഉപനിഷത്ത് പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഇന്നത്തെ സമയം പൂർണ്ണമായതിനാൽ അടുത്ത ഖണ്ഡത്തിലേക്ക് നമുക്ക് കടക്കാം, ദീപാരാധനയിലേക്ക്.